ഇരിക്കൂ. കുടിക്കാൻ എന്താ വേണ്ടത്? എനിക്കൊന്നും വേണ്ട. അങ്ങനൊന്നും പറഞ്ഞാ പോരാ, എന്തെങ്കിലും കഴിക്കണം. ഇരിക്കൂ. എന്താ ഇവിടെ വന്ന് നിൽക്കുന്നത്? ഒന്നുമില്ല. ഇതാരുടെ ഫോട്ടോയാണ്? എന്റെ അച്ഛന്റെ. മാലതി, നീ എത്രത്തോളം എന്നോട് അടുക്കുന്നു അത്രത്തോളം ഞാൻ നിന്നിൽ നിന്ന് അകന്നു പോവുകയാണ്. മനസ്സിലായില്ല. ഈ ഫോട്ടോ കണ്ടതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്റെ അച്ഛൻ വളരെ നല്ലവനാണ്. നേരിൽ കാണുമ്പോൾ അത് മനസ്സിലാകും. മാലതി, അച്ഛാ, ഇതാണ് ഡോക്ടർ വിജയൻ. ആരാ? എന്താ വന്നേ? അച്ഛാ, ഞാൻ പറയാറില്ലേ, ആ ഡോക്ടർ വിജയനാണിത്. മനസ്സിലായി. ആ മുക്കിൽ കുടിലൊക്കെ കെട്ടി ഡിസ്പെൻസറി നടത്തുന്ന ആളല്ലേ? മാലതി, ഞാൻ പോകുന്നു. വിജയ, നിൽക്കൂ. കുടിലെ ഡോക്ടറെ വേണ്ട, കൊട്ടാരത്തിലെ ഡോക്ടറെ വിളിച്ച് അച്ഛനെ ചികിത്സിപ്പിച്ചാൽ മതി. വിജയ, അച്ഛാ, അച്ഛനെ കാണിച്ചതിന്റെ അർത്ഥം എന്താ? ഇനി അന്തസ്സുള്ളവനെ വേണം കുടുംബത്തിൽ വിളിച്ച് കയറ്റാൻ. കണ്ട കൂലിക്കാരനും തെണ്ടിയുമൊക്കെ പിരിവെടുത്ത് ഡോക്ടറാക്കിയ ഇവനെ പോലുള്ളവരെ കുടുംബത്തിൽ കയറ്റാൻ കൊള്ളില്ല. ഒരു കാര്യം ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞേക്കാം, നമ്മളെ പോലുള്ളവരുടെ ഇടയിൽ ഒരു വിലയുമില്ലാത്ത ഇവനുമായിട്ടുള്ള ബന്ധം നമുക്ക് ചേർന്നല്ല. മനസ്സിലായല്ലോ? മോനെ, നീ ഇതുവരെ എവിടെയായിരുന്നു? എന്താ വല്ലാതെ ഇല്ലാത്തത്? ഇത്രയും കാലം ഞാൻ അന്വേഷിച്ചിരുന്ന അവനെ ഇന്ന് ഞാൻ കണ്ടു. ആരെ കണ്ട കാര്യം ഈ പറയണത്? ഞങ്ങളുടെ കുടുംബം നശിപ്പിച്ച ആ മഹാഭാവി വിജയ. എന്റെ ലക്ഷ്യം നിറവേറുമെന്ന് എനിക്ക് ഇതുവരെ സംശയമായിരുന്നു. ഇനി അവൻ രക്ഷപ്പെടും. നീ അത് ഇതുവരെ മറന്നിട്ടില്ലേ മോനെ? ഇല്ല. എന്റെ ചേട്ടനെയും ചേച്ചിയെ ഞാൻ എങ്ങനെ മറക്കും? എന്റെ ചേച്ചിയെ നശിപ്പിച്ച ദ്രോഹിയുടെ മുഖം എന്റെ മനസ്സിൽ നിന്ന് മാറിയോ? എവിടെ വെച്ചാ നീ അവനെ കണ്ടത്? ആരാ അവൻ? അവൻ എവിടെയുള്ളത്? ഈ നാട്ടിൽ തന്നെയുണ്ട്, ഇവിടെ അടുത്ത് തന്നെയുണ്ട്. അവനെ പറ്റി കൂടുതലൊന്നും എനിക്ക് എന്നോട് ചോദിക്കരുത്. ഞാൻ പറയില്ല. നീ ഇപ്പൊ അവനോട് പകരം ചോദിക്കാനാണോ ഒരുക്കം? എനിക്ക് എന്നെ ഉപദേശിച്ച് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കരുത്. കുറെ നാളത്തേക്ക് എന്നെ മറക്കണം. ഞാനിന്ന് പഴയ വിജയനല്ല. മോനെ, നിന്റെ മനസ്സ് മാറ്റി നിന്നെ ഞാൻ പഠിപ്പിക്കാൻ അയച്ചു. പലരുടെയും സഹായം കൊണ്ട് നിന്നെ ഒരു ഡോക്ടറാക്കി. ഇപ്പൊ നീ ഡോക്ടറുടെ കത്തി വലിച്ചെറിഞ്ഞ് ഒരു കശാപ്പുകാരന്റെ കത്തി എടുക്കാനാണ് ഒരുക്കം. അങ്ങനെയാണെങ്കിൽ ആദ്യം ആ കത്തി കൊണ്ട് ഇക്കാനെ കൊല്ലുപോലെ. എനിക്കവനെ മറക്കാൻ കഴിയുന്നില്ല. എനിക്കൊന്നും മറക്കാൻ കഴിയുന്നില്ല. ദൈവമേ, എനിക്ക് ക്ഷമിക്കാനുള്ള ശക്തി തരണേ. ഹലോ, മാലതിയല്ലേ? അതെ. ഇത് ഞാനാണ് വിജയൻ. വിജയനോ? എന്താ 2-3 ദിവസമായിട്ട് ഇങ്ങോട്ട് കാണുന്നില്ല? എന്തു പറ്റി? ക്ഷമിക്കണം വിജയൻ. വിജയന്റെ മുഖത്ത് നോക്കാൻ എനിക്ക് മനഃശക്തിയില്ലായിരുന്നു. എന്റെ അച്ഛൻ വിജയനെ ഇൻസൾട്ട് ചെയ്തില്ലേ? ഞാൻ അച്ഛന് വേണ്ടി മാപ്പ് ചോദിക്കാണ്. എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് കാണണം. എന്ത്? അങ്ങോട്ട് വരാനോ? എന്നെ കാത്തിരിക്കുകയാണെന്നോ? അത്ഭുതമാണല്ലോ. ഇതാ ഇപ്പൊ വരാം. വിജയന്റെ മനസ്സ് ഇത്ര പെട്ടെന്ന് മാറുമെന്ന് ഞാൻ വിചാരിച്ചതേയില്ല. ചില സന്ദർഭങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ വേണ്ടി വരില്ലേ? അങ്ങനെ ഞാൻ സ്വയം അങ്ങ് മാറി. ഈ മാറ്റം കാണാൻ വേണ്ടി ഞാൻ എത്രമാത്രം മനോവിഷമങ്ങൾ അനുഭവിച്ചെന്നോ. നടക്കേണ്ടതൊക്കെ നടക്കേണ്ട സമയത്ത് നടക്കും. വീട്ടിലാരൊക്കെയുണ്ട്? എന്റെ അച്ഛനും ഞാനും. എന്താ? അമ്മയോ സഹോദരങ്ങളോ ആരെങ്കിലും ഉണ്ടെന്നറിയാൻ വേണ്ടി ചോദിച്ചാ? ഓ, ഇങ്ങനെ ഓരോന്ന് ചോദിക്കാൻ വേണ്ടിയാണോ എന്നെ ഇത്ര കാര്യമായി ക്ഷണിച്ചത്? അച്ഛൻ എന്ത് ബിസിനസ്സാ ചെയ്യുന്നത്? പല ബിസിനസ്സും ചെയ്യുന്നുണ്ട്. പക്ഷേ
ഏത് ബിസിനസ്സിലും അച്ഛന് ലാഭമാണ്. നിന്റെ അച്ഛൻ കാരണം എത്ര പേർക്ക് നഷ്ടം സംഭവിച്ചിട്ടുണ്ടെന്നറിയാം. എനിക്കെങ്ങനെ അറിയാം? പലരെയും നഷ്ടത്തിലാക്കിയാലല്ലേ ഒരാൾക്ക് ലാഭം ഉണ്ടാക്കാൻ ഒക്കൂ. എന്തോ അച്ഛൻ എത്ര ലാഭമുണ്ടാക്കിയാലും കോടിക്കണക്കിന് സമ്പാദിച്ചാലും എനിക്കതിലൊട്ടും താല്പര്യമില്ല. അത് നീ എന്നെ പ്രീതിപ്പെടുത്താൻ പറയുന്നല്ലേ? ഓ, തുടങ്ങിയ ഇന്നെങ്കിലും വിജയൻ എന്നോട് അല്പം സന്തോഷത്തോടെ സംസാരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. ശരി, നിന്റെ പ്രതീക്ഷ തെറ്റണ്ട. വരൂ. മാലതി, നീ എവിടെ പോയിരുന്നു? അച്ഛൻ എന്താ ഇന്ന് പതിവില്ലാതെ ഒരു അന്വേഷണം? എന്നും പോകാറുള്ള സ്ഥലത്ത് തന്നെ ഇന്നും ഞാൻ പോയി. 3-4 ദിവസങ്ങളായി നീ പോകാറില്ലല്ലോ. ഇന്ന് ഞാൻ പോയി. നാളെ മുതൽ മുടങ്ങാതെ ഞാൻ പോകും. നിനക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയ സ്ഥലമല്ല അവന്റെ വൃത്തികെട്ട ഡിസ്പെൻസറി. അവിടെ പോയി പ്രാക്ടീസ് ചെയ്യുന്നതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ആ തെണ്ടിയുമായി നീ ഇടപെടാൻ പാടില്ല. ക്ഷമിക്കണം അച്ഛ, അദ്ദേഹത്തെ ഞാൻ സ്നേഹിച്ചു പോയി. എന്റെ അന്തസ്സും അഭിമാനവും നീ നശിപ്പിക്കും. ഡോക്ടർ വിജയൻ എന്നെ വിവാഹം കഴിച്ചാൽ അച്ഛന്റെ അന്തസ്സും അഭിമാനവും വർദ്ധിക്കുകയുള്ളൂ. ഓഹോ, കാര്യം അത്രമേലെത്തി. വിവാഹ പ്രശ്നം വരെയായി. അച്ഛൻ ഞങ്ങളെ അനുഗ്രഹിക്കണം. എന്റെ ജീവനോടത്തോളം കാലം ഞാൻ അനുവദിക്കില്ല. അച്ഛൻ ഇഷ്ടമല്ലെന്ന് വേണമെങ്കിൽ പറയാം, പക്ഷേ ഈ വിവാഹം നടക്കില്ലെന്ന് മാത്രം പറയരുത്. മാലതി, എന്താ ഇത്ര നേരത്തെ? നമ്മൾ തമ്മിൽ ആദ്യമായി കണ്ട ദിവസം ഏതാണെന്ന് ഓർമ്മയുണ്ടോ? ഏതാ? 5 കൊല്ലത്തിന് മുൻപ് ഇതേ ദിവസമാണ്. എന്നും പുതുമ വാടാത്ത ആ ഓർമ്മയ്ക്കാണിത്. മാലതി, ഈ വീക്ക്നെസ് നല്ലതല്ല. എന്നോടൊത്ത് ജീവിച്ചാൽ നിനക്ക് സന്തോഷമുണ്ടാവില്ല, ദുഃഖിക്കേണ്ടി വരും. ആ ദുഃഖമായിരിക്കും എന്റെ ഏറ്റവും വലിയ സുഖം. നീ ഇവിടെ വന്ന് ഒരു ഡോക്ടറായി ജോലി ചെയ്യുന്നത് ഞാൻ തടയുന്നില്ല, അതൊരു സേവനമായതുകൊണ്ട്. പക്ഷെ ഈ വഴിക്ക് എന്റെ ജീവിതത്തിൽ കടന്നു വരുന്നത് എനിക്കിഷ്ടമല്ല. ഇത് വെറുതെ പുറത്തേക്ക് വിടുന്ന വാക്കുകളല്ലേ? നിന്നെ എനിക്കിഷ്ടമാണ് മാലതി. ഒരിക്കലും വേർപിരിയാതെ നമ്മൾ മരണം വരെ ഒന്നിച്ച് ജീവിക്കും എന്ന് നിങ്ങളുടെ ഹൃദയം എന്നോട് പറയുന്നുണ്ട്. ഞാൻ അതേ കേൾക്കൂ, അതേ വിശ്വസിക്കൂ. My patients are waiting for me. അറിയിട്ട് വയ്യ, പല്ലി വെച്ചിട്ട് എത്ര നാളായിരുന്നു? വരണം. എന്താ അസുഖം? വയറുവേദന. രാത്രിയിലോ പകലോ? രാത്രിയില്. നമസ്കാരമൊക്കെ പിന്നെ പറയാടോ. ഇതൊരു കോംപ്ലിക്കേറ്റഡ് കേസാണ്. ഇതിപ്പോ എന്താ ചെയ്യാ? ഗോപി, എന്താ ഇത്? മേലെ അത് ആവർത്തിക്കരുത്. പോയി തന്റെ ജോലി നോക്ക്. Nurse. എന്തോടാ കാര്യം? എന്റെ ഡോക്ടറെ, എന്റെ വിദ്യ, ഞാൻ ചാവും. എന്നെ കൊല്ലും. എന്നെ വേണമെങ്കിൽ ഇന്ന് കണ്ടോ, നാളെ മുതൽ എന്നെ കാണാൻ സാധിക്കില്ല. നാളെ ഞാൻ ചാവും. എന്താ കാര്യം എന്നോടാ? അയ്യോ, ഉച്ചക്കൊന്നുമില്ല. ഈ പത്രം കണ്ടോ? ഈ പത്ര വാർത്ത കണ്ടോ? എന്താ? അയ്യോ അയ്യോ അയ്യോ, കണ്ടോ കണ്ടോ കണ്ടോ? കരിമ്പുലി ഭാർഗവൻ, അയ്യോ പുലക്കത്തി ഭാർഗവൻ അയ്യോ, വിളിക്കാരാ എന്ന പേരിൽ അറിയപ്പെടുന്ന റൗഡി ഭാർഗവൻ ഒരു കൊലക്കേസിന്റെ ശിക്ഷ കഴിഞ്ഞ് ജയിലിൽ നിന്നും പുറത്തിറങ്ങിയിരുന്നു. അയ്യോ, നീ എന്തിനാ വിളിക്കുന്നേ? അതെ, ഞാൻ ഇന്ന് വിളിക്കുന്നു. നാളെ നീ ഞങ്ങളെ വിട്ടു പോയല്ലോടാന്ന് പറഞ്ഞ് നിങ്ങൾ വരെ. ആണ്ടോ നിനക്ക് ഈ റൗഡിക്കുന്ന വല്ല ബന്ധമുണ്ട്? അയ്യോ, ഒരു ബന്ധമില്ല. ഞാൻ ഇതുവരെ കണ്ടിട്ട് പോലുമില്ല. പിന്നെ നീ എന്തിനാ വിളിക്കുന്നേ? ലോകയോ, എനിക്കൊരു അച്ഛനുണ്ടായിരുന്നു, ഇൻസ്പെക്ടർ പരമേശ്വരമുള്ള. എനിക്ക് അറിഞ്ഞുകൂടല്ലോ. എനിക്കും അറിഞ്ഞൂടാ. അമ്മ പറഞ്ഞതാ. അച്ഛൻ പരമേശ്വരമുള്ള അങ്ങ് പോയല്ലോ, അവസാനത്തെ പോക്ക്. പോകുന്ന പോക്കിനെ ആ കരിമ്പുലി കൊലക്കത്തിയെ അകത്ത് തള്ളിയിട്ടാ പോയത്. എടാ പരമേശ്വര, ഞാൻ പുറത്തു വന്നാൽ നിന്റെയും നിന്റെ കുടുംബത്തിന്റെയും 4 പേരും അർത്തെടുക്കോടാ എന്ന് പറഞ്ഞുകൊണ്ടാണ് കരിമ്പുലി അകത്ത് പോയത്. ഇപ്പൊ 4 പേരുമായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. എന്നെ കൊണ്ട് അയ്യോ, ഒന്നും ചെയ്യാൻ പോണില്ല. ചെയ്യും. എന്നെ കൊല്ലും. എന്നെ സമാധാനിപ്പിക്കാൻ നോക്കണ്ട ഡോക്ടർ വിജയ. ഞാൻ ഒരു കാര്യം ചെയ്യാം. ഞാൻ ഇന്നിവിടെ കിടന്ന് ഉറങ്ങിട്ട് കാലത്ത് പോകണം. അതുകൊണ്ട് എവിടെയും കിടക്കണ്ട. ഇന്ന് ഏതായാലും കൊലക്കത്തി ഭാർഗവൻ വരാൻ പോണില്ല.
രണ്ടു ദിവസം വന്നു കൂടാൻ. അയ്യോ അതുകൊണ്ട് അത് നീ വീട്ടിൽ പോയി ഓ. കഥവും ജനലും ഒക്കെ അടച്ച് ഓ. വല്ല രാമായണവും വായിച്ചുകൊണ്ടിരുന്ന. രാമ 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 രാമ